ചേലക്കരയിൽ വലിയ വിജയത്തിലേക്ക് യു ആർ പ്രദീപ് നീങ്ങുന്നു. ഇതുവരെയുള്ള കണക്ക് ഞാൻ വായിക്കാം. 3 റൗണ്ട് പൂർത്തിയായി. 4ാം റൗണ്ട് എണ്ണുമ്പോഴുള്ള കണക്ക് LDF 17,509 വോട്ട്, UDF 11,675 വോട്ട്, BJP 6,758 വോട്ട്. അതായത് അവരുടെ സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ വരവൂർ, ദേശമംഗലം, വള്ളത്തോൾ നഗർ മേഖലയിൽ വലിയ വിജയം നേടാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാഞ്ഞാൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 4ാം റൗണ്ടിൽ പാഞ്ഞാൾ പഞ്ചായത്ത് എണ്ണുകയാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ ഇപ്പൊ സംഭവിക്കണം അല്ലെ? പാഞ്ഞാളൊക്കെ എണ്ണുമ്പോൾ ഭരിക്കുന്ന പഞ്ചായത്താണെന്ന് മാത്രമല്ല, പാഞ്ഞാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 952 വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്ത സ്ഥലമാണ് പാഞ്ഞാൾ. അവിടെ അനുകൂലമായ സാഹചര്യമാണ്. പാഞ്ഞാൾ മുതൽ ഞങ്ങൾ പിടിച്ചു തുടങ്ങും എന്നതായിരുന്നല്ലോ UDF. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ പ്ലീസ് ഇപ്പോൾ കാണണം. അല്ലെങ്കിൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ചേലക്കരയിൽ 5834 എന്നത് വോട്ട് വളർന്ന് മുകളിലേക്ക് പോകും. അത് 10,000 ഒക്കെ കടക്കുമെന്ന കാര്യത്തിൽ നീലട്രോളിയുമായി കോൺഗ്രസിന്റെ ആത്മവിശ്വാസം, ആഹ്ലാദ പ്രകടനം. ആ ട്രോളിയിൽ നിറയെ വോട്ടായിരുന്നു കേട്ടോ എന്ന് വിളിച്ചു പറയുകയാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. ട്രോളിയിൽ ലഡു ഉണ്ടോ? പക്ഷെ വോട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമാണ്. ഇതിനേക്കാൾ വലിയൊരു മറുപടി എന്താണ് കൊടുക്കേണ്ടത്? ഏതായാലും നോക്കൂ, ഇപ്പൊ പാഞ്ഞാൾ നമ്മൾ നേരത്തെ പറയാം 4900 വോട്ടിന് കെ രാധാകൃഷ്ണന്റെ ലീഡ് കൊടുത്ത സ്ഥലമാണ്. 952 വോട്ട് തൊട്ട് മുമ്പത്തെ ലോക്സഭാ ഇലക്ഷനിൽ LDFന് ലീഡ് കൊടുത്ത സ്ഥലമാണ്. അതുകൊണ്ട് 6345 കെ രാധാകൃഷ്ണൻ ലീഡ് ഉയരുന്നു. സോറി, യു ആർ പ്രദീപിന്റെ ലീഡ് ഉയരുന്നു. അതായത് പാഞ്ഞാളും LDFനൊപ്പമാണ്. അവിടെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിശ്ചിതത്വത്തിനോ ആശങ്കയ്ക്കോ കളമില്ല. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ചേലക്കര ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുന്നു. ചിത്രം പങ്കുവെക്കുകയാണ് ഷാഫിയും രാഹുലും ശ്രീകണ്ഠനും. അതായത് കോൺഗ്രസ് ഒറ്റക്കെട്ട് അതിന്റെ ഫലം എന്നുള്ള ഒരു ചിത്രം പങ്കുവെക്കുകയാണ് ഷാഫി പറമ്പിൽ ഫേസ്ബുക്ക് പേജിൽ. വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു, വിജയിച്ചു കഴിഞ്ഞു. അതിന്റെ പ്രഖ്യാപനം ഷാഫി പറമ്പിൽ ഫേസ്ബുക്ക് പേജിലൂടെ നടത്തി കഴിഞ്ഞു. ആരാധകരെ ഫേസ്ബുക്ക് പേജിൽ പോയിക്കോളൂ, ലൈക്ക് ചെയ്തോളൂ. ഞാനിതാ ഇവിടെയുണ്ട്, ഞങ്ങൾ വിജയിച്ചു, നമ്മൾ ജയിച്ചു എന്നൊരു സന്ദേശമാണ് ഷാഫി നൽകുന്നത്. ഫേസ്ബുക്കിൽ ചിത്രം പങ്കുവെച്ചുകൊണ്ട് 3 പേരുടെ അണികളെ ഇതിലേതാ ചീലക്കരയിലെ കണക്കൊന്ന് വേഗത്തിൽ വായിക്കാം. 6181 വോട്ടിന്റെ ലീഡ് ഇപ്പോൾ 6345 എത്തുന്നു. യു ആർ പ്രദീപ് 17,896 വോട്ടുകൾ ഇതുവരെ നേടി. രമ്യ ഹരിദാസ് 11,715. 17-11 കണക്ക് തെറ്റിപ്പോയി, ഒരുപാട് കണക്ക് വരുമ്പോൾ 17,896 വോട്ടുകൾ യു ആർ പ്രദീപ്. രമ്യ ഹരിദാസ് 11,715. ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞ എളുപ്പത്തിൽ ഓർക്കാൻ പകുതി 6,800 വോട്ട്. സ്വാധീനം ഇനി വരുന്ന ഇടങ്ങളിലുണ്ടോ? ഇല്ല. കാരണം ഇനി എണ്ണാൻ പോകുന്നത് ചേലക്കര, കൊണ്ടാഴി, തിരുവില്ലാമല, മുള്ളൂർക്കര, പഴയന്നൂർ മേഖല. പാലക്കാട് 1418 ലീഡ് നില മറികടക്കാൻ ഇനി BJP ശക്തി കേന്ദ്രങ്ങൾ. അതായത് ഇപ്പോൾ എണ്ണുന്ന ബൂത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ലീഡിന്റെ വ്യത്യാസം വന്നാലുള്ളൂ. പക്ഷേ ലീഡ് മറികടക്കാൻ കഴിയുന്ന ഇനി എണ്ണാൻ പോകുന്ന റൗണ്ട് അല്പം വേണമെങ്കിൽ ഇനി എണ്ണാൻ പോകുന്ന റൗണ്ട്, അതായത് ഈ മൂത്താന്തറ ഉൾക്കൊള്ളുന്ന മേഖലയിൽ സ്വാഭാവികമായി ലീഡ് കുറയും. ലീഡ് ഈ 1418 എന്നുള്ളത് 1000-ൽ താഴെയാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിനുശേഷം കുന്നത്തൂർമേട്, കൽമണ്ഡപമൊക്കെ എണ്ണി തുടങ്ങുമ്പോഴേക്ക് അത് പിക്ക് ചെയ്യും. യാക്കര ഒക്കെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ലീഡ് ഒരു 3000-ന് മുകളിലേക്ക് UDFന് എത്തും. പിരായിരി എണ്ണി തുടങ്ങുമ്പോഴേക്ക് 5000-ന് മുകളിലുള്ള ലീഡിലേക്ക് UDF പോകും. അപ്പോ 7,500-ന് മുകളിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് ഇപ്പോൾ എഴുതി വെച്ചോളൂ. വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു. അത് എത്ര എന്നതാണ് ഇനി അറിയേണ്ടത്. ആ നിലയിൽ തന്നെ BJP കോട്ടകളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു. UDF രാഹുൽ മാങ്കൂട്ടത്തിൽ ആഘോഷം തുടങ്ങിയ ആഘോഷാരംഭങ്ങൾ. പാലക്കാട്ട് നീല ട്രോളി ബാഗുമായി ആഘോഷിക്കാനിതാ പ്രവർത്തകർക്കിടയിലേക്ക് നേതാക്കളും എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്.